നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിധി വന്ന് ദിലീപിനെ കുറ്റവിമുക്തനാക്കിയതോടെ ഏറ്റവും അധികം പ്രതിരോധത്തിലാകുന്നത് അന്വേഷണ സംഘവും അന്വേഷണ സംഘ തലവന്മാരുമാണ്. ആദ്യം മുതൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ ഈ കേസിൽ ദിലീപിനെ പ്രതി ചേർക്കാൻ പറ്റിയ എല്ലാ തെളിവുകളും ഉണ്ടെന്നും ദിലീപിനെ നല്ല രീതിയിൽ ശിക്ഷിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസവുമായി അന്വേഷണ സംഘം പ്രോസിക്യൂഷന് മുന്നിലെത്തുകയും പ്രോസിക്യൂഷൻ ഇത് പാടിപ്പുകഴ്ത്തുകയും അന്വേഷണ സംഘത്തലവനായ ബൈജു പൗലോസ് പലപ്പോഴും പല മാധ്യമ പ്രവർത്തകരെയും വിളിച്ച് വാർത്ത നൽകുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഈ വിഷയത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള തെളിവുകളെല്ലാം കള്ളത്തെളിവുകളാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. കള്ളത്തെളിവുകളെന്ന് മാത്രമല്ല, ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ കേസെടുക്കണം എന്നുകൂടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇത് മറച്ചുവെക്കുകയാണ്. നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളുടെ അജണ്ട എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല. പലപ്പോഴും നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളിൽ റിപ്പോർട്ടർ ചാനലാണ് ഒരു പക്ഷം പിടിച്ചു നിന്ന് വാർത്ത ചെയ്തത്. എന്നാൽ പിന്നീട് ബാക്കി എല്ലാ ചാനലുകളും അതിന്റെ പിറകെ പോവുകയായിരുന്നു. തീർച്ചയായും തങ്ങൾ കൊടുത്ത ഒരു വാർത്ത തെറ്റിപ്പോയി, അല്ലെങ്കിൽ തങ്ങളെ ആരെങ്കിലും കബളിപ്പിക്കുകയായിരുന്നു എന്ന് പുറത്തു പറയാനുള്ള നാണക്കേട് കൊണ്ടാണോ എന്തോ ആണെന്നറിയില്ല, ആദ്യഘട്ടം മുതൽ ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് അതിനെയും സ്ത്രീ പ്രേക്ഷകർ എതിരാകുമോ എന്ന് ഭയന്നിട്ടാണോ എന്നും അറിയില്ല. ഏതായാലും ഈ നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് വിധി വന്ന അന്ന് മുതൽ ആരെങ്കിലും വിധിയെക്കുറിച്ച് പറയാനോ കൃത്യമായി കൗണ്ടർ ചെയ്യാനോ ശ്രമിച്ചാൽ ഉടൻ തന്നെ ആങ്കർമാർ വളരെ രോഷത്തോടെ ഇറങ്ങി പുറപ്പെടുകയും തങ്ങളെല്ലാം സ്ത്രീകളുടെ സംരക്ഷകരാണെന്ന് വാദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാണാം. ഈ സ്ത്രീ സംരക്ഷകരൊക്കെ ഈ പറയപ്പെടുന്ന ഈ ആങ്കർമാരെ ബഹളവും വഴക്കും സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി കാണിക്കുന്ന കോലാഹലങ്ങളും അത്തരത്തിലുള്ള ഗോഗോ വിളികളും ഒക്കെ കേൾക്കുമ്പോൾ അവരുടെ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ അവസ്ഥ എന്താണെന്ന് കൂടി ആലോചിക്കണം. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ അതിനകത്തെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് അറിയാം ഏതൊക്കെ സ്ത്രീകൾക്കാണ് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ, സിനിമയേക്കാൾ ഉപരി അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പിന്നെ സിനിമാക്കാരെ പോലെ പണമില്ലാത്തത് കൊണ്ട് മറ്റു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്കിലും ഒരാളെ പരമാവധി എങ്ങനെയൊക്കെ നശിപ്പിക്കാൻ കഴിയുമോ അങ്ങനെയൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമം ഈ മാധ്യമപ്രവർത്തകരും ഒക്കെ നടത്തും. എല്ലാ മേഖലയിലും വന്നുണ്ട്. മാധ്യമപ്രവർത്തനം മാത്രമല്ല, എല്ലാ മേഖലയിലും വന്നുണ്ട്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരനെന്നും ആരെയെങ്കിലും പിൻപറ്റി നിൽക്കുന്നവർക്ക് മാത്രമേ രക്ഷയുള്ളൂ എന്നും ഗോഡ് ഫാദർമാരെന്നും രാഷ്ട്രീയത്തിലുമുണ്ട്. ഗോഡ് ഫാദർമാരുള്ളവരാണ് പെട്ടെന്ന് രക്ഷപ്പെടുക എന്നും അല്ലാത്തവർ വളരെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരുമെന്നൊക്കെയുള്ള നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ സ്ത്രീ സംരക്ഷക വേഷം കിട്ടുന്ന എല്ലാവരും ഈ വിധിയെക്കുറിച്ച് പറയാനോ വിധിയെക്കുറിച്ച് ആരെങ്കിലും കൃത്യമായി സംസാരിക്കാൻ വന്നാൽ അവിടെ കയറി ഇടപെടുന്ന കാഴ്ചയാണ് കണ്ടത്. ഈ വിധിയെക്കുറിച്ച് സോഷ്യൽ മീഡിയയിലടക്കം പലരും വന്ന്, ഇപ്പോൾ അനിൽ ഇമ്മാനുവൽ എന്ന മാധ്യമപ്രവർത്തകൻ, ഞങ്ങൾ അതുപോലെ തന്നെ ശ്രീജിത്ത് പണിക്കരൊക്കെ വന്ന് വീഡിയോ ചെയ്തതോടുകൂടി നിക്കക്കള്ളിയില്ലാതെ വന്ന് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് ഈ വിധി വായിച്ചു നോക്കി റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. എങ്കിലും അവർ മറച്ചുവെച്ച ഒരു കാര്യമുണ്ട്. ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണം എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന ഭാഗം ഇതുവരെ ആരും റിപ്പോർട്ട് ചെയ്ത് കണ്ടില്ല. ഓൺലൈൻ മാധ്യമങ്ങൾ മാത്രമാണ് ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. ബൈജു പൗലോസ് മാത്രമല്ല, അങ്ങനെ വന്നാൽ സന്ധ്യയും കുടുങ്ങും. എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ആദ്യം മുതൽ തന്നെ ഈ കേസിൽ ഓരോ നടപടിക്രമങ്ങളും നമുക്കറിയാം. കോടതിയിൽ കീഴടങ്ങാനെത്തിയ പൾസർ സുനി എന്ന ക്രിമിനലിനെ അവരെ അതിനേക്കാൾ വലിയ ഗുണ്ടാ സംഘം പോലെ അവിടെ കോടതിക്കകത്തിട്ട് ഓടിച്ചിട്ട് പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അന്വേഷണ സംഘങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. സാധാരണഗതിയിൽ കോടതിയിൽ ഒരാൾ കീഴടങ്ങാനെത്തിയാൽ, കോടതിയിൽ കീഴടങ്ങിക്കഴിഞ്ഞാൽ കസ്റ്റഡിക്ക് അപേക്ഷ നൽകി വാങ്ങുകയാണ് സാധാരണഗതിയിൽ പോലീസ് ചെയ്യുന്നത്. ഇവിടെ കോടതിയിൽ കീഴടങ്ങുമ്പോൾ പൾസർ സുനി എന്തെങ്കിലും പറഞ്ഞാൽ അത് മറ്റേതെങ്കിലും തിരക്കഥ രചിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ആ തിരക്കഥയ്ക്ക് ബുദ്ധിമുട്ടാകും എന്ന് കരുതിയിട്ടാവും ഒരുപക്ഷെ കേരളത്തിലെ പോലീസ് അവിടെ നിന്നും അവിടെ കയറി കോടതിക്ക് മുറിക്കകത്ത് കയറി പൾസർ സുനിയെ തട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. അന്ന് അഭിഭാഷകർ വലിയ പ്രശ്നമാണ് ഉണ്ടാക്കിയത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുകയാണെങ്കിൽ ബൈജു പൗലോസ് ഉണ്ടാക്കിയ തെളിവുകളെല്ലാം വ്യാജമായിരുന്നു. പല തെളിവുകളും വ്യാജമായിരുന്നു എന്ന് വളരെ കൃത്യമായി തന്നെ ജഡ്ജ് പറഞ്ഞുകൂടി വെക്കുന്നുണ്ട്. ആ വിധിയിൽ അത് പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായി നടപടി എടുക്കാതിരിക്കാൻ സർക്കാരിനും DGPക്കും കഴിയില്ല. ഇനി അപ്പീൽ പോകും എന്ന വാദമാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും അപ്പീൽ പോയാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ബൈജു പൗലോസ് എന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഭാഗം നീക്കം ചെയ്യാൻ കൂടിയുള്ള നടപടികൾ ആരംഭിക്കണം. അതിനെ സർക്കാർ തുനിഞ്ഞാൽ, ഇങ്ങനെ സർക്കാരിന് എന്തെങ്കിലും പ്രത്യേക താല്പര്യം ദിലീപിനെ കൊടുക്കാനുണ്ടായിരുന്നു എന്ന് ദിലീപ് ചോദിച്ചാൽ ആ ചോദ്യങ്ങൾക്കും സർക്കാരിന് ഉത്തരമില്ലാതെ വരും. അതുകൊണ്ട് തന്നെ ആകെപ്പെട്ട് നിൽക്കുന്നത് ഈ വിഷയത്തിൽ സർക്കാരാണ്. അന്വേഷണ സംഘങ്ങൾ ഒരു വശത്ത്, അതിനുമപ്പുറം ദിലീപ് ആരോപിച്ച ഗൂഢാലോചന. എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നതിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്നാണ്. മഞ്ജു വാര്യർ പറയുന്നു ഗൂഢാലോചനയുണ്ടെന്ന്, അതിജീവിത പറയുന്നു ഗൂഢാലോചനയുണ്ടെന്ന്, ദിലീപും പറയുന്നു ഗൂഢാലോചനയുണ്ടെന്ന്. അപ്പോൾ കൃത്യമായ അന്വേഷണം നടന്നിട്ടില്ല എന്നല്ലേ വ്യക്തമാകുന്നത്. അന്വേഷണം നടക്കേണ്ട പല കാര്യങ്ങളും, ശ്രീലക്ഷ്മി എന്ന സ്ത്രീയെക്കുറിച്ചടക്കം കാവ്യ മാധവന്റെ കുടുംബകാര്യങ്ങളും ഫോൺ ചെയ്ത കാര്യങ്ങളും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ കാവ്യ മാധവനും കേസിൽ പ്രതിയായിട്ടുള്ള ആളല്ല. എന്നാൽ ശ്രീലക്ഷ്മി എന്ന സാക്ഷിയെ
ആ സാക്ഷിയുടെ സ്വകാര്യത വലിയ പ്രശ്നമായിരുന്നു. പൾസർ സുനിയുമായി ഏറ്റവും അടുത്ത ബന്ധമുള്ള ഈ കൃത്യം നടക്കുന്ന സമയങ്ങളിലെല്ലാം പൾസർ സുനിയെ വിളിച്ചുകൊണ്ടിരുന്ന ആ സ്ത്രീയുടെ സ്വകാര്യത ബൈജു പൗലോസിന് വിഷയമായത് എങ്ങനെയാണ്? ബൈജു പൗലോസ് ഈ കാര്യത്തിൽ, ഈ വിഷയത്തിൽ കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി ബൈജു പൗലോസ് ആർക്ക് വേണ്ടിയാണ് ഈ കൃത്യം നടത്തിയത്? ആരായിരുന്നു ബൈജു പൗലോസിന് പിന്നിൽ? ബൈജു പൗലോസിന് ആരുടെയെങ്കിലും കൊട്ടേഷൻ കിട്ടിയതാണോ ദിലീപിനെ തീർക്കാൻ എന്നുള്ള സംശയം പോലും ഇപ്പോഴും ബാക്കിയാവുകയാണ്. ബൈജു പൗലോസ് അടക്കമുള്ളവർ പലതരത്തിലുള്ള കേസുകളും ബൈജു പൗലോസിനെയൊക്കെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടൊരു കേസും കൊടുത്തിട്ടുണ്ട്. ഇതിൽ ADGP ശ്രീജിത്തിന്റെ പങ്കും നിർണായകമാണ്. അപ്പോൾ കൃത്യമായി തന്നെ ദിലീപ് പറഞ്ഞത് ശരിയാവുകയാണ്. പോലീസിലെ ഒരു സംഘം ആൾക്കാർ ചേർന്നുകൊണ്ട് ഒരു ഗൂഢാലോചന നടത്തി തന്നെ കുരുക്കിയതാണ് എന്നാണ് ദിലീപ് പറയുന്നത്. ഏതായാലും ദിലീപ് CBI അന്വേഷണം ആവശ്യപ്പെടാനുള്ള സാധ്യതകളാണ് ഉള്ളത്. ഇപ്പോഴത്തെ നിലവിലെ ആ ജഡ്ജ്മെന്റ് വെച്ചുകൊണ്ട് ആ ജഡ്ജ്മെന്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും കണ്ടെത്തലുകളും തീർച്ചയായും ദിലീപിന് ഗുണകരമാകുന്ന രീതിയിൽ തന്നെയാണ്. കാരണം ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ദിലീപിനെ കുരുക്കാനുള്ള ഒരു തെളിവുകൾ പോലും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ദിലീപിന് ഒരു അന്വേഷണം ആവശ്യപ്പെടാനുള്ള എല്ലാ യോഗ്യതയും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും 2 തവണ ദിലീപ് CBI അന്വേഷണം ആവശ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ നുണപരിശോധനയ്ക്ക് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്തു. ഇത്രയൊക്കെ ആയിട്ടും കേരളത്തിലെ ജനങ്ങൾ ദിലീപിനെ വീണ്ടും ബഹിഷ്കരിക്കാനുള്ള തന്ത്രങ്ങൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭാഗ്യലക്ഷ്മി അടക്കമുള്ളവർ. അടുത്ത ദിവസങ്ങളിൽ തൃശ്ശൂരിൽ വലിയ സംഗമം നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഭാഗ്യലക്ഷ്മി ദിലീപിന്റെ പിറകെയുണ്ട് എന്ന് വ്യക്തമാക്കുകയാണ്. എന്നിട്ടും പറയുന്നത് തനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ദിലീപാണ് കാരണക്കാരനെന്ന്. ദിലീപിന്റെ സിനിമയിലടക്കം ഈ വിഷയം ഉണ്ടായതിനു ശേഷം ഡബ് ചെയ്തിട്ടുള്ള ആളാണ് ഭാഗ്യലക്ഷ്മി. ഇത്രയും കാലം ദിലീപിന്റെ ഈ 8 വർഷത്തിനിടയിൽ ദിലീപിന്റെ പല സിനിമകളും ഇറങ്ങിയിട്ടുണ്ട്. പക്ഷെ അന്നൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കാതിരുന്ന ഈ കൂട്ടരെല്ലാം ഒന്നിച്ചു ചേർന്ന് വീണ്ടും പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന്റെ ഉദ്ദേശം എന്താണ്? സത്യത്തിൽ ആരൊക്കെ അഴിയെണ്ണേണ്ടി വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണുകയെ ഇനി നിവർത്തിയുള്ളൂ. തീർച്ചയായും ദിലീപ് ഈ കേസുമായി മുന്നോട്ട് പോയാൽ, കൃത്യമായ അന്വേഷണം വന്നാൽ ബൈജു പൗലോസും ബി സന്ധ്യയും അടക്കമുള്ളവർ ജയിലിലേക്ക് പോകേണ്ട അവസ്ഥയുണ്ടാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. ലേഡി സൂപ്പർ സ്റ്റാർ അടക്കമുള്ളവരുടെ ഇതിൽ എന്തെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ അതും തെളിയണം. തീർച്ചയായും ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് ഇവരെല്ലാം ചേർന്ന് നടത്തിയിട്ടുള്ളത് എന്നത് മനസ്സിലാക്കണം. അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, ഈ സിനിമാ സംവിധായകൻ ലാലിന്റെ പല സമയത്തെ സംസാരങ്ങൾ, ലാലിന്റെ ഡ്രൈവറുടെ സംസാരം അടക്കമുള്ളവ ശ്രദ്ധിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പല മൊഴികളും പരസ്പര വിരുദ്ധമാണ്. എന്തിനാണ് ഇങ്ങനെ പരസ്പര വിരുദ്ധമായ മൊഴി പറഞ്ഞതെന്ന് ചിന്ത പോലുമില്ലാതെ ലാലിനെ ഒന്നും ഒരു ചോദ്യം പോലും ചെയ്യാതെ, സാക്ഷി പോലും ആക്കാതെ വിട്ടയക്കുമ്പോൾ ആരായിരുന്നു ഈ കേസിന് പിന്നിൽ? ആരാണ് ബൈജു പൗലോസിനെ അടക്കം നിയന്ത്രിച്ചത്? എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം കൂടി ബാക്കിയാവുകയാണ്.